ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്, ഇതിനകത്ത് ഏറ്റവും റെഫർ ചെയ്യാൻ ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുമ്പം ലക്ഷ്മികാന്തിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. അതിൻ്റെ PDF അല്ലാതെ നമുക്ക് എന്ത് കിട്ടും, നെറ്റിൽ കിട്ടും. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡെഫിനിഷൻ പറയണമെന്നുണ്ടെങ്കിൽ പല പല സ്കോളേഴ്സിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് E.N. ഗ്ലാഡൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? Administration is a long and slightly pompous word, but it has a humble meaning. എന്താണ് ഹംബിൾ ആയിട്ടുള്ള മീനിങ്? എന്താണ്? ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫെയേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു കോൺഷ്യസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലോങ് ആൻഡ് എ സ്ലൈറ്റ്ലി പോമ്പസ് വേർഡ്, ബട്ട് ഇറ്റ് ഹാസ് എ ഹംബിൾ മീനിങ്. For it means to take care for or to look after people, to manage affairs. ഫെലിക്സ് എ നിഗ്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ യൂസ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു അക്കംപ്ലിഷ് എ പർപ്പസ്. ഹെർബർട്ട് എ സൈമൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ E.N. ഗ്ലാഡൻ്റെ പഠിച്ചു. ഇനി വരുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഫെലിക്സ് എ നിഗ്രോയുടേതാണ്. പിന്നെ ഹെർബർട്ട് എ സൈമൺ എന്താണ് പറഞ്ഞത്? ബ്രോഡസ്റ്റ് ആയിട്ടുള്ള സെൻസിൽ, കുറച്ചുകൂടെ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദ ഗ്രൂപ്പ്സ് ആർ കോപ്പറേറ്റിംഗ് എന്തിനാ? ടു അക്കംപ്ലിഷ് എ കോമൺ ഗോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഉള്ള ഗ്രൂപ്പ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ നമുക്ക് ഒരു ചേർത്ത് കൂട്ടി നമുക്ക് എന്ത് പറയാം? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് വരുന്നത് ഫിഫ്നറിൻ്റെ നോക്കിക്കൊള്ളുക. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. എന്തിനാ? ടു അച്ചീവ് ഡിസയേർഡ് എൻഡ്സ്. എല്ലാം ഒരേ മീനിങ് ആണ്, പല പല വേർഡ്സിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്സ് അവർ കോപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അത് ഹെർബർട്ട് എ സൈമൺ പറഞ്ഞതാണ്. ഈ വിഫ്നർ എന്താ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ. എന്തിൻ്റെ? ഹ്യൂമൻ റിസോഴ്സസ് മാത്രം പോരാ, പിന്നെ മെറ്റീരിയൽ റിസോഴ്സസും വേണം. എന്തിനാണ്? ടു അച്ചീവ് ഡിസയേർഡ് എൻഡ്സ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് LD വൈറ്റ്. ഇറ്റ് ഇസ് ക്വറ്റ് ഇമ്പോർട്ടൻ്റ്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് LD വൈറ്റിൻ്റെ അഭിപ്രായത്തിൽ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ ഒരു ആർട്ടാണ്. അതെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡയറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. നോക്കിക്കേ, അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. മെനി പേഴ്സൺസ് ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. മനസ്സിലായില്ലേ? ഒരു ആർട്ടാണ്. അതിനകത്ത് എന്തൊക്കെയുള്ള ആർട്ടാണത്? അതിനകത്ത് ഡയറക്ഷൻ, കോർഡിനേഷൻ, അതുപോലെ തന്നെ കൺട്രോൾ. ആരുടെയൊക്കെ കൺട്രോൾ? കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകളെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം? സം പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ. അതൊക്കെ എന്തായിരിക്കും? സെയിം ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അതാണ് LD വൈറ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ ലൂതർ ഗള്ളിക്ക് നോക്കിക്കേ, അതൊന്ന് നോക്കിക്കേ. അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യേണ്ട? കാര്യങ്ങൾ നടത്തിയെടുക്കുക. എങ്ങനെ? ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുക? കാര്യങ്ങൾ നടത്തിയെടുക്കുക. ഇതെല്ലാം ഒരേ ഒരു മീനിങ് ആണ്. കോമൺ ആയിട്ടുള്ള മീനിങ് എന്താണ്? ഒരു കൂട്ടം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ എന്താണ്? മെറ്റീരിയൽ റിസോഴ്സസ്, അതിൻ്റെ എല്ലാ ഉപയോഗത്തോടെ ഒരു കാര്യങ്ങൾ, മീൻസ് ഒരു കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗോള് അത് അക്കംപ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ജോർജ് ബെർക്ലിയും എന്താ പറയുന്നത്? ഇത് തന്നെയാണ്, പക്ഷെ പറയുന്ന അവരുടെ സെൻറ്റൻസുകളാണ് വ്യത്യാസം. അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇന്നാൾ ഇത് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊന്ന് ചോദിക്കാം. ജോർജ് ബെർക്ലി പറഞ്ഞ എന്താ? അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ്. അതൊരു പ്രക്രിയയാണ്. എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂമൻ ബീയിങ്സ്. എങ്ങനെയാ?
ജോയിൻ്റ്ലി എൻഗേജ്ഡ് ഇൻ വർക്കിംഗ് ടുവേർഡ്സ് കോമൺ ഗോൾസ്. അപ്പം ജോർജ് ബെർക്കിലി പറഞ്ഞ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് ഹ്യൂമൻ ബീയിങ്സ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് ഹ്യൂമൻ ബീയിങ്സ് ജോയിൻ്റ്ലി എൻഗേജ്ഡ് ഇൻ വർക്കിംഗ് ടുവേർഡ്സ് കോമൺ ഗോൾസ്. മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ എന്താണ്? അതുപോലെ തന്നെ എഡ്വേർഡ് വാൽഡോ പറഞ്ഞിട്ടുണ്ട്, ഡി വാൽഡോ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഹ്യൂമൻ എഫേർട്ട് ദാറ്റ് ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് റേഷനാലിറ്റി എന്നും പറഞ്ഞിട്ടുള്ളത് ആരാണ്? ദാറ്റ് ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് റാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഡി വാൽഡോയാണ്.